എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ്. ലൈഫ് സൈക്കിൾ മീൻസ് നമ്മുടെ ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്. ജനറലായി നമ്മിൽ ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റ്സുകളുണ്ട്. അതിന് എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ അന്നത്തെ ദിവസം ആകെ അപ്സെറ്റായിരിക്കും. ഇത് പലരിലും ഉണ്ടാകുന്നൊരു പ്രവണതയാണ്. നാം രാവിലെ നമുക്കിഷ്ടപ്പെടുന്നവരുടെ സ്വരം നമുക്ക് കേട്ടിരിക്കണം. ഇല്ലെങ്കിൽ നാം അവരെ ഫോണിൽ കൂടെ ബന്ധപ്പെടും. ചിലവരെ നമുക്ക് കണ്ടേ പറ്റൂ. ചില ആൾക്കാർക്ക് അവരുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ പല ആഗ്രഹങ്ങളാണ്. അതിന് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരിലും ഉണ്ടാകുന്നൊരു മാറ്റങ്ങളാണ്. എന്നാൽ ചില മനുഷ്യർ ഇതിനെന്തെങ്കിലും തടസ്സം സംഭവിച്ചാൽ അവരുടെ അന്നത്തെ ദിവസവും അവരാകെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലായതുപോലെ തോന്നിക്കും. ഒരു പ്ലസൻറ്റ് കാണത്തില്ല, സന്തോഷം കാണത്തില്ല, ഒരു ഉണർവ് കാണില്ല, ചിലപ്പോൾ ഫുഡ് വരെ കഴിക്കില്ല. അങ്ങനെ ഇത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. നാം ഒരിക്കലും ഒന്നിനും ഒരു പെർമനൻസി ഉണ്ടാകുമെന്ന് ഒരിക്കലും നാം ചിന്തിക്കരുത്. അത് വലിയ അബദ്ധമാണ്. നാം ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നമ്മുടെ സ്വന്തമായി നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് ധരിക്കരുത്. നാം എന്നും സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വരം എന്നും കേൾക്കാൻ പറ്റും എന്ന് അതും ധരിക്കരുത്. നമ്മളെപ്പോഴും വിളിച്ച് നമ്മുടെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നവർ ചിലപ്പോൾ അതിന് അന്വേഷിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോഴും നമ്മൾ സങ്കടപ്പെടരുത്. എന്തിനു വേറെ, നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് ഏറ്റവും വേണ്ടത്, നമ്മൾ ഏറ്റവും ശ്രദ്ധാപൂർവം ചെയ്യുന്നതായ കാര്യങ്ങൾക്കും ചിലപ്പോൾ തടസ്സം വന്നേക്കാം. രാവിലെ ഉണർന്നാൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ടീ അല്ലെങ്കിൽ കോഫി മറ്റെന്തെങ്കിലും നമുക്ക് കിട്ടിയിരിക്കണം. അത് സ്ഥിരമായി ലഭിക്കുന്നവർക്ക് അതിലൊരു ദിവസം തടസ്സം വന്നാൽ അന്നത്തെ ദിവസവും നമുക്ക് പോക്കാണ്. ഒന്ന്, രാവിലെ അമ്പലത്തിലോ പള്ളിയിലോ എന്നും പോകുന്നവർ ഒരിക്കലവർക്ക് പോയില്ലെങ്കിൽ ദൈവം അവരോട് ദയ കാണിക്കുന്നില്ല. ദൈവം എന്താണ് എന്നോട് ഇങ്ങനെ കാണിച്ച്, എനിക്ക് എന്തുകൊണ്ട് ആ ആരാധനാലയത്തിലേക്ക് ചെന്നെത്താൻ സാധിച്ചില്ല? അപ്പോൾ ദൈവത്തിനോടും കാണും വിഷമം, അല്ലെങ്കിൽ സ്വയം ശപിക്കും. ഇതെല്ലാം വെറും ഒരു സ്ഥിരമായ കാര്യമായി നാം ഒരിക്കലും കാണരുത്. ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊന്നും ശാശ്വതമല്ല. ഈ ഗീതകൾ പറഞ്ഞതുപോലെ സംഭവാമി യുഗേ യുഗേ, സംഭവിക്കുന്നത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആരെയും ഒരിക്കലും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന, ഈവൻ നിങ്ങളുടെ സ്വന്തം ഭാര്യയായിരുന്നാലും മക്കളായിരുന്നാലും സുഹൃത്തായിരുന്നാലും, അതാൺ സുഹൃത്തോ പെൺ സുഹൃത്തോ ആര് തന്നെയായിരുന്നാലും, നിങ്ങളുടെ ചിന്താഗതി ഓപ്പോസിറ്റ് പാർട്ടിക്കും ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ മൈൻഡ് തന്നെ അവർക്കുണ്ടാകണമെന്നില്ല. അതോ എപ്പോഴും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിതത്തിൽ സന്തോഷമായി നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മോടൊപ്പം ഉള്ളത് എന്ത് തന്നെയായിരുന്നാലും എല്ലായ്പ്പോഴും നമ്മുടെ ജീവിത അവസാനം വരെയും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് ഒരു ഗ്യാരൻറ്റിയും ഇല്ല. അത് പ്രകൃതി നിയമമാണ്. ചില കുട്ടികൾ നമുക്ക് കാണാം ആത്മഹത്യ ചെയ്യും. ചില കുട്ടികൾ പലരെയും കൊല ചെയ്യപ്പെടുന്നു. ചില കുട്ടികൾ ജീവിതം തന്നെ വെറുത്തുപോയി മയക്കുമരുന്നിന് അടിമയാകുന്നു.
ഇങ്ങനെ പലരും വാശിയോട് എന്തൊക്കെയോ ആരെയോ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതും ഒരു എന്താ പറയുക, ഒരു പക്വതയില്ലായ്മയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പല ജീനിയസും, പലരും, പല പ്രഗത്ഭരും, പല വിദ്യാഭ്യാസമുള്ളവരും, പല പ്രസക്തരിക്കും ഇവർക്കും ഉണ്ടാകും ഇതുപോലുള്ള ചില വടികൾ, ചില മോശമായ ചിന്താഗതികൾ. സോ ഒന്ന് ചിന്തിക്കുക, ഈ സ്നേഹമെന്ന് പറയുന്നതും ബന്ധങ്ങളെന്ന് പറയുന്നതും ഇതിനൊന്നും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകില്ല. നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഒരു ജീവിതസഖിയോ അല്ലെങ്കിൽ കൂട്ടുകാരനായോ എന്നും കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പക്ഷേ അതിന് പല തടസ്സങ്ങളും സംഭവിക്കാം. അതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ കുറ്റക്കാരാകണമെന്നില്ല. അവരുടെ സാഹചര്യങ്ങൾ മറിച്ചൊന്നായിരിക്കും. സോ നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടാലും, നിങ്ങൾ ആരെ സ്നേഹിച്ചാലും, ആരെ റെസ്പെക്റ്റ് ചെയ്താലും, നിങ്ങളെങ്ങനെ അവരെ മനസ്സുകൊണ്ട് സ്നേഹിച്ചാലും ഒരിക്കൽ അതിനെന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകും. ആ ഒരു ഓർമ്മ, ആ ഒരു വിചാരം ഏത് മനുഷ്യനിലും ഉണ്ടായാൽ അവർ ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടനുഭവിക്കില്ല. ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇവിടെ കിട്ടുന്നത് കിട്ടിയില്ലെങ്കിൽ അവനവിടെ അവസാനിക്കുകയാണ്. നാം ഡെയിലി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, നാം ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഡെയിലി ലഭിക്കുന്ന എന്ത് തന്നെയായിരുന്നാലും ഒരു പക്ഷേ അത് ലഭിക്കാത്തൊരു അവസ്ഥയും വന്നേക്കാം. ഒന്ന് മാത്രം ചിന്തിക്കുക, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അവരെത്ര വിദൂരതയിലിരുന്നാലും, അതെവിടെ ഇരുന്നാലും, ഏത് ശക്തികൾ അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ ഒരു തടസ്സമായി നിന്നാലും, ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം അവർ ഭേദിച്ച് നിങ്ങളിലേക്ക് അവരെത്തിയിരിക്കും. നക്ഷത്രങ്ങളെപ്പോലെ. അറിയുമല്ലോ, ഈ നക്ഷത്രങ്ങൾ എപ്പോഴും പ്രകാശം തരില്ല. അത് കാർമേഘങ്ങളും കാലാവസ്ഥകളും മാറിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നക്ഷത്രങ്ങൾ ആ സ്ഥാനത്ത് തന്നെ ഉണ്ടാകും. ഇതൊന്ന് നാമെല്ലാവരും ചിന്തിക്കണം. സോ ഇന്നു മുതൽ നിങ്ങൾക്കെന്തെങ്കിലും നിങ്ങളുടെ ഡെയിലി റൊട്ടീൻസിന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു തടസ്സം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായിരിക്കില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ തെറ്റുമായിരിക്കില്ല. സാഹചര്യം എന്താണെന്ന് ആർക്കും അറിയില്ല. സത്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചൊരു വിധിയെഴുത്ത് നടത്താൻ പറ്റൂ. സോ എല്ലാ സുഹൃത്തുക്കളോടും ഒരിക്കൽ കൂടി പറയുന്നു, ഇന്നത്തെ ദിവസം മുതൽ നല്ലൊരു തുടക്കം കുറിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നന്നായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് നിങ്ങളെ കണ്ടെത്താൻ പറ്റി നിങ്ങൾ അപ്സെറ്റാകരുത്. നിങ്ങൾ വളരെ സന്തോഷമായി, ഈവൻ നിങ്ങൾ നാളെ വിവാഹിതരാകാൻ പോകണമെങ്കിലും ആ മണ്ഡപത്തിൽ നിങ്ങളാ താലി കെട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു നിമിഷം കഴിഞ്ഞും പലതും സംഭവിക്കാം, അതിനു മുമ്പേയും പലതും സംഭവിക്കാം. എന്നാൽ ഇതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നിങ്ങളുടെ കർമ്മങ്ങളും നിർവഹിക്കാം. പക്ഷേ ഇതിനൊന്നും ഒരു ഗ്യാരൻറ്റിയുമില്ല, ഒരു ഗ്യാരൻറ്റിയും. ആദ്യം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റൂ. ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിച്ചാൽ മാത്രമേ ജീവിക്കാനും പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ ഇഷ്ടപ്പെടുക. നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നുള്ള ഒരു ഗ്യാരൻറ്റിയുമില്ല. അത് അവരുടെ സാഹചര്യത്തിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടായിരിക്കണം, നല്ലൊരു തീരുമാനമുണ്ടായിരിക്കണം. സോ ഇന്നു മുതൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നോ അതിൽ തൃപ്തരാകുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കുക. നിങ്ങളാണെങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലും നിങ്ങളെക്കാളും ആത്മാർത്ഥതയോടെ നിങ്ങളിലേക്ക് എത്തപ്പെടും.
അത് എത്തപ്പെട്ടില്ലെങ്കിലും അതിൽ ബുദ്ധിമുട്ടരുത്. അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടാകണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.